ഹായ് മച്ചന്മാരെ, എയർ കൂളിംഗ് പദ്ധതിയുടെ വീഡിയോയിലെടുക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു UPS ആണ്, വി-ഗാർഡിൻ്റെ ഒരു UPS. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ചാർജ് വേണ്ട, ചാർജ് കുത്തിയിട്ടിട്ടും ചാർജ് കയറുന്നില്ല. അപ്പം നമുക്കിതിൻ്റെ ബാറ്ററി നമുക്ക് മാറ്റിയെടുക്കാം. മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവും. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമുക്കിത് അഴിക്കാം. 4 സ്ക്രൂ ഉണ്ട്, 4 സ്ക്രൂ ആദ്യം അഴിക്കാം. നമ്മൾ സ്ക്രൂ 4 ഉണ്ട്. ആ 4 സ്ക്രൂ അഴിച്ചതിന് ശേഷം നമുക്കിത് വളരെ മെല്ലെ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന ട്രാൻസ്ഫോമർ, ബാറ്ററി, പിന്നെ അതിൻ്റെ സർക്യൂട്ട് ബോർഡാണ് വന്നിരിക്കുന്നത്. ഉണ്ടല്ലേ, അപ്പം നമുക്ക് ബാറ്ററിയാണ് നമുക്ക് ഡൗൺ ആയി പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാറ്ററി നമുക്ക് ആദ്യം റിമൂവ് ചെയ്യാം. ബാറ്ററിക്ക് വരുന്ന 2 ക്ലിപ്പുകളുണ്ട്. ഇതാണ് 2 ക്ലിപ്പുകൾ, പോസിറ്റീവ് നെഗറ്റീവ് 2 ക്ലിപ്പാണ്. ഇതിങ്ങനെ അറിവില്ല. അതുകൊണ്ട് 12 വോൾട്ട് 7 AH ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. 12 വോൾട്ടിൻ്റെ 7 AH ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. ഈ ബാറ്ററി നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ബാറ്ററി നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ, അത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് അതിനായിട്ട് നമുക്ക് നമ്മൾ അനലോഗ് മീറ്ററാണ് എടുത്തിരിക്കുന്നത്. DC-യിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്ലസ് മൈനസും നമ്മൾ പ്ലസ് വെച്ച് മൈനസ് വെച്ച് പ്ലസ് വെച്ചു. കണ്ടില്ലേ, വാല്യൂ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, ചാർജിങ് ഒന്നും കാണിക്കുന്നില്ല. നമ്മുടെ മീറ്റർ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. കാരണം മീറ്റർ നമ്മൾ എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. സൗണ്ട് കേൾക്കുന്നുണ്ട്. മീറ്റർ ഓക്കെയാണ്. നമ്മളിനി ബാറ്ററി ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ. ഉണ്ടല്ലോ, ഒന്നും കാണിക്കുന്നില്ല. കണ്ടോ, ഇതിലൊന്നുമില്ല. കാരണം ഇതിന് അർത്ഥം ഈ ബാറ്ററി ഡൗൺ ആണ്, ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് ചാർജ് ഒന്നും കാണിക്കാത്തത്. ഇനി നമുക്ക് ചാർജുള്ള ഒരു ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് അതേ സെയിം തന്നെ 12 വോൾട്ടിൻ്റെ 8 AH ഒരു ബാറ്ററിയാണ് കേട്ടോ. ഇത് നമുക്ക് അതേ സെയിം മെത്തേഡിൽ തന്നെ DC-യിലേക്ക് വോൾട്ട് ഇട്ടതിന് ശേഷം മൈനസ് വെക്കുന്നു, പ്ലസ് വെക്കുന്നു. ഉണ്ടല്ലേ, എന്താ കറക്റ്റ് 12 വോൾട്ട് ഉണ്ട് കറക്റ്റ്.
ഇല്ല. ഓക്കെ, അപ്പം ഇത് ഗുഡ് ബാറ്ററിയാണ്, ഇത് പോയ ബാറ്ററിയാണ്. ഓക്കെ, ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അനലോഗ് മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് നല്ല അടിപൊളി ബാറ്ററിയാണ്. അപ്പം ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.